ഇനി ദിവസങ്ങൾ മാത്രമാണ് 2026 വേൾഡ് കപ്പിന് ബാക്കിയുള്ളത്. നിലവിൽ ഇന്ത്യൻ ആരാധകരുടെ ഏറ്റവും വലിയ ആശങ്കയായിരുന്നു വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാനാകുമോ എന്നത്. സീ എന്റർടൈൻമെന്റ് ഇത് ഏറ്റെടുത്തതോടുകൂടി അതിനുള്ള ഉത്തരമായി. നിലവിൽ ഇന്ത്യൻ ആരാധകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഏതൊക്കെ ചാനലിൽ ഏതൊക്കെ DTHകളിലാണ് കളി കാണാനാവുക, ചാനൽ നമ്പറുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഇതാ ഏകദേശ ചാനലുകളെല്ലാം തീരുമാനമായിട്ടുണ്ട്. അവർ തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നിലവിൽ 4 സ്പോർട്സ് ചാനലുകളാണ് സീ എന്റർപ്രൈസസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ യുനൈറ്റ് 8 സ്പോർട്സ് 1, യുനൈറ്റ് 8 സ്പോർട്സ് 1 HD, യുനൈറ്റ് 8 സ്പോർട്സ് 2, യുനൈറ്റ് 8 സ്പോർട്സ് 2 HD എന്നിങ്ങനെ 4 ചാനലുകൾ. ഒട്ടുമിക്ക എല്ലാ DTHകളിലും മത്സരമുണ്ടാകും. ടാറ്റ പ്ലേ, എയർടെൽ ഡിജിറ്റൽ TV, ഡിഷ് TV, സൺ ഡയറക്റ്റ്, D2H, ലോക്കൽ കേബിൾ TV നെറ്റ്വർക്സുകളിലെല്ലാം മത്സരം കാണാനാകും. പല DTHൻ്റെയും ചാനൽ നമ്പറുകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് കേരള വിഷൻ്റെ നോക്കാം. യുനൈറ്റ് 8 സ്പോർട്സ് 1 എന്നുള്ളത് ചാനൽ നമ്പർ 769-ലാണ്. യുനൈറ്റ് 8 സ്പോർട്സ് 2 എന്നുള്ളത് ചാനൽ നമ്പർ 770-ലാണ്. ഇനി HD ചാനലുകൾ യുനൈറ്റ് 8 സ്പോർട്സ് 1 HD 862, യുനൈറ്റ് 8 സ്പോർട്സ് HD 2 864. ഇതാണ് നിലവിൽ സിയോൺ കേരള വിഷന്റെ ചാനലുകൾ. മറ്റു പ്രമുഖ DTH ആയ സൺ ഡയറക്റ്റിൽ നിലവിൽ 2 ചാനലുകളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. 404-ലും 412-ലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ HD ചാനലുകൾ വരുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രധാന കേബിളാണ് എയർടെൽ ഡിജിറ്റ്. ഇതിൽ കൃത്യമായൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും 300-ൻ്റെയും 304-ൻ്റെയും ഇടയ്ക്കുള്ള ചാനലുകളിലായിരിക്കും ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഉണ്ടായേക്കുക എന്ന വാർത്തകൾ നിലവിൽ സജീവമാണ്. എയർടെൽ ഡിജിറ്റിൽ നിലവിൽ 300, 301, 302, 303 ചാനലുകളിലായിരിക്കും മത്സരം ഉണ്ടായേക്കുക. ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും DTHൻ്റെ ചാനൽ നമ്പർ അറിയുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അത് വലിയ ഉപകാരമാകും. മറ്റുള്ള DTHകൾ എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എല്ലാവർക്കും ചാനൽ നമ്പറുകളെല്ലാം മനസ്സിലാകും. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.